മനുഷ്യന്റെ ബഹിരാകാശ യാത്രയ്ക്ക് 6 പതിറ്റാണ്ടിന്റെ പഴക്കമേ ഉള്ളൂ. കരയും കടലും ധ്രുവപ്രദേശവും കീഴടക്കിയ ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് മനുഷ്യൻ ശ്രമം തുടങ്ങുന്നത് 1950കളിലാണ്. 1961 റഷ്യക്കാരൻ യൂറി ഗഗാറിൻ ആദ്യ ഗഗനചാരിയായി. അതിനുശേഷം ഇന്നോളം ബഹിരാകാശത്ത് പോയി വന്നവർ എണ്ണമെടുത്താൽ 680ഓളം വരും. ഇതിൽ 75 വനിതകൾ. ഇപ്പോൾ അന്താരാഷ്ട്ര നിലയത്തിൽ 7 പേരും ചൈനയുടെ നിലയത്തിൽ 3 പേരുമടക്കം 10 പേർ സ്പേസിൽ ജീവിക്കുന്നു. ഇതെല്ലാം അഭിമാനത്തോടെ പറയുമ്പോൾ തന്നെ സ്പേസ് യാത്രയ്ക്കിടെ ദാരുണമായി മരിച്ച 21 പേരെ അങ്ങനെയൊന്നും ആരും ഓർക്കാറില്ല. ബഹിരാകാശ സാങ്കേതികവിദ്യ വലിയ വളർച്ച നേടിയെങ്കിലും ഇന്നും റോക്കറ്റ് യാത്ര ഒരു ബോംബിന്റെ മേലുള്ള യാത്ര തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അത് തീപിടിക്കാം, പൊട്ടിത്തെറിക്കാം. കാരണം റോക്കറ്റിലും യാത്രികരുടെ പേടകത്തിലും നിറയെ ഉഗ്രസ്ഫോടനശേഷിയുള്ള പ്രൊപ്പല്ലന്റ് സൂക്ഷിച്ചിരിക്കുന്നു. ഈ പ്രൊപ്പല്ലന്റ് ജ്വലിപ്പിച്ചാണ് റോക്കറ്റ് കുതിക്കുന്നതും പേടകം പുതിയ ഭ്രമണപഥം തേടുന്നതും ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതുമല്ല. അപകട സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെ പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയുള്ള അടങ്ങാത്ത മോഹവുമായി മനുഷ്യൻ റോക്കറ്റിലേറി പുറപ്പെടുന്നു. 1960കളിൽ റഷ്യയും അമേരിക്കയും സ്പേസ് കീഴടക്കാനുള്ള ശീതയുദ്ധത്തിലായതോടെ വലിയ ദുരന്തങ്ങളും നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അവയിൽ പലതും രഹസ്യമായി തന്നെ ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചു. സ്പേസിലെ ആദ്യ സ്ഥാനങ്ങളല്ല റഷ്യ കൈക്കലാക്കിക്കൊണ്ടിരുന്നു. സ്പേസിൽ ആദ്യ പേടകം വിട്ടതും മനുഷ്യനെ അയച്ചതും വനിതയെ അയച്ചതും ബഹിരാകാശ നിലയം പണിതതുമെല്ലാം റഷ്യയായിരുന്നു. ഈ ഒന്നാം സ്ഥാനത്തിനൊപ്പം വൻ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരുന്നു. അതൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതേയില്ല. ലോകം അതൊക്കെ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ലോകം ഞെട്ടിയ ആദ്യത്തെ വൻ റോക്കറ്റ് ദുരന്തം 1967 അമേരിക്കയുടെ അപ്പോളോ ദുരന്തമാണ്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യരെ ഇറക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി 3 യാത്രികരുമായി പുറപ്പെടാനിരുന്ന പേടകത്തിന്റെ സിമുലേഷൻ ടെസ്റ്റിനിടെ പേടകത്തിന് തീപിടിച്ച് 3 ദാരുണമായി വെന്തുമരിച്ചു. ഉന്നത മർദ്ദത്തിൽ ഓക്സിജൻ നിറച്ച പേടകത്തിൽ വയറിങ്ങിലുണ്ടായ ഒരു സ്പാർക്കാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. 1967 ജനുവരിയിലായിരുന്നു അമേരിക്കൻ ജനതയെ ഒന്നാകെ വേദനിപ്പിച്ചതും നിരാശയിലാഴ്ത്തിയതുമായ ഈ സംഭവം. എന്നാൽ 2 വർഷം കൂടി കഴിഞ്ഞ് 1969 ജൂലൈയിൽ ചന്ദ്രനിൽ വിജയകരമായി ആംസ്ട്രോങ്ങിനെ ഇറക്കിയതോടെ ദുഃഖസ്മൃതി വിജയഗാഥയായി മാറി. അമേരിക്കയിൽ 1967 ഉണ്ടായ ദുരന്തത്തിന്റെ 4ാം വർഷം 1971 റഷ്യയിൽ 3 ഗഗനചാരികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. ലോകത്തെ ആദ്യ ബഹിരാകാശ നിലയമായ റഷ്യയുടെ സല്യൂട്ടിൽ പോയി 3 ആഴ്ച താമസിച്ച് റെക്കോർഡിട്ട ശേഷം മടങ്ങി വരികയായിരുന്നു ഇവർ. പേടകം കസാഖിസ്ഥാനിൽ സുരക്ഷിതമായി ഇറങ്ങിയെങ്കിലും അതിന്റെ മൂടി തുറന്നപ്പോൾ 3 ജഡങ്ങൾ കണ്ട് റഷ്യ ഞെട്ടി, ലോകവും. ഭൂമിക്ക് 148 കിലോമീറ്റർ മുകളിൽ വെച്ച് ശ്വാസം മുട്ടി ഇവർ മരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. വർഷങ്ങളോളം ഈ കാര്യം റഷ്യ മൂടിവെച്ചു. ഈ സംഭവത്തിന് മുമ്പ് 1967 പാരച്യൂട്ട് നിവരാതെ സോയൂസ് പേടകം നിലത്ത് ഇടിച്ചിറങ്ങി ഒരു യാത്രികൻ മരിച്ചതും സോവിയറ്റ് യൂണിയൻ പുറത്തു പറഞ്ഞിരുന്നില്ല. അതേസമയം അമേരിക്കയാകട്ടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ മരിച്ചവർക്കായി ചന്ദ്രനിൽ ഒരു സ്മാരകം തീർക്കാനാണ് തീരുമാനിച്ചത്. 1971 ആഗസ്റ്റ് 2 15ാം അപ്പോളോ ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങിയവർ ആ സ്മാരകം ചന്ദ്രനിൽ തീർത്തു. ഫാളൻ അസ്ട്രോനോട്ട് എന്നാണ് ആ സ്മാരകം അറിയപ്പെടുന്നത്. അലുമിനിയത്തിൽ തീർത്ത 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഗഗനചാരിയുടെ പ്രതിമയാണ് ഫാളൻ അസ്ട്രോനോട്ട്. മരണമടഞ്ഞ ബഹിരാകാശ യാത്രികരുടെ പേര് കുത്തിയ ഒരു ഫലകവും ഈ സ്മാരകത്തിന് അരികെ സ്ഥാപിച്ചിട്ടുണ്ട്. 1971 വരെ സ്പേസ് ദൗത്യങ്ങളിൽ മരിച്ച റഷ്യയിലെയും അമേരിക്കയിലെയുമായി 14 മനുഷ്യരുടെ പേരാണ് ഈ ഫലകത്തിൽ എഴുതിയിട്ടുള്ളത്. മരണമടഞ്ഞവരുടെ സ്മരണാർത്ഥം കിടക്കുന്ന നിലയിലുള്ള ഫാളൻ അസ്ട്രോനോട്ട് പ്രതിമ നിർമ്മിച്ചത് ബ്രസീലിയൻ ശില്പി പോൾ വാൻ ഹേഗനാണ്. 1991 അമേരിക്ക കൊല്ലപ്പെട്ട ഗഗനചാരികൾക്കായി മറ്റൊരു സ്മാരകം ഭൂമിയിലും തീർത്തു. സ്പേസ് മിറർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇത് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 50 അടി വീതിയും 42.5 അടി ഉയരവുമുള്ള ഒരു കൂറ്റൻ ഗ്രാനൈറ്റ് പാളി പോളിഷ് ചെയ്ത് അതിൽ ഗഗനചാരികളുടെ പേര് എഴുതിയതാണ് ഈ സ്മാരകം. സ്പേസ് മിറർ മെമ്മോറിയലിൽ കൂടുതൽ പേരെഴുതാനെന്നോണം ബഹിരാകാശ ദുരന്തങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരുന്നു.
1986 ജനുവരി 26 സ്പേസ് ഷട്ടിൽ ചലഞ്ചർ പൊട്ടിത്തെറിച്ച് 7 യാത്രികർ ചാമ്പലായി. വിക്ഷേപിച്ച് 73-ാം മിനിറ്റിൽ നടന്ന സ്ഫോടനം ലോകത്തെ നടുക്കി. 7 വർഷം പിന്നിടും മുമ്പേ മറ്റൊരു സ്പേസ് ഷട്ടിലും 7 യാത്രികരുടെ ജീവനെടുത്തു. 2 ആഴ്ചത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം മടങ്ങിയ കൊളംബിയ സ്പേസ് ഷട്ടിൽ കാലിഫോർണിയയ്ക്ക് 65 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് തകർന്നായിരുന്നു ദുരന്തം. താപ കവചത്തിലുണ്ടായ വിള്ളലാണ് ദുരന്തത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. രേഖപ്പെടുത്തിയ ഈ ദുരന്തങ്ങളിൽ മരിച്ച യാത്രികരെക്കാൾ എത്രയോ മടങ്ങ് മനുഷ്യർ റോക്കറ്റ് പരീക്ഷണത്തിനിടെ മരിച്ചിട്ടുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. 1960 ഒക്ടോബറിൽ റഷ്യയിലെ ബൈക്കനൂർ വിക്ഷേപണത്തറയിലുണ്ടായ സ്ഫോടനത്തിൽ ഒന്നിച്ചു മരിച്ചത് 120 പേരാണ്. റഷ്യൻ റോക്കറ്റ് ഫോഴ്സിന്റെ മേധാവി മിത്രോവൻ ഇവാനോവിച്ച് നദല്ലന്റെ നേതൃത്വത്തിലായിരുന്നു റോക്കറ്റ് പരീക്ഷണം. ഈ ദുരന്തം നദല്ലൻ സംഭവം എന്ന പേരിലാണ് ബഹിരാകാശ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയിൽ വിക്ഷേപിച്ച റോക്കറ്റ് തകർന്നു വീണ് 100 പേർ മരിച്ചത് 1990 ഫെബ്രുവരിയിലായിരുന്നു. ലോങ് മാർച്ച് എന്ന റോക്കറ്റ് വിക്ഷേപിച്ച് 20-ാം മിനിറ്റിൽ പൊട്ടിത്തെറിച്ച് വൻ തീഗോളമായി നിലം പതിച്ചത് ഒരു ഗ്രാമത്തെ അപ്പാടെ ചുട്ടുകൊന്നു. ഒറ്റയടിക്ക് ചിതയായി മാറിയത് 80 വീടുകളിലെ മനുഷ്യരായിരുന്നു. ഈ ദുരന്തങ്ങളെല്ലാം മുന്നിലുള്ളപ്പോഴും റോക്കറ്റിനെ ഉപേക്ഷിക്കാനല്ല, കൂടുതൽ സുരക്ഷിതമാക്കി ദൂരേക്ക് കുടിയേറാൻ തന്നെയാണ് മനുഷ്യന്റെ തീരുമാനം. അടുത്ത നൂറ്റാണ്ടിനു മുമ്പ് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ മനുഷ്യർ സ്ഥിരവാസമാകുമ്പോൾ അവരുടെ വിശ്വസ്ത വാഹനം റോക്കറ്റും പേടകവും തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല.